ഹലോ! നമ്മുടെ വീടിനടുത്തുള്ള കൈതത്തി അമ്പലത്തിൽ ഇന്ന് പകൽപ്പൂരമാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി പൂരം കണ്ടാലോ. പ്രതലത്തിൽ നിത്യനൂതന നാദപുഷ്പങ്ങൾ വിരിയിച്ചുകൊണ്ട് കണ്ണിനും കാതിനും ഇരുന്നൊരുക്കിക്കൊണ്ട് കടന്നു വരുന്നു പകൽപൂരം, കാഴ്ചപ്പൂരം. ഈ വിധിയിലൂടെ 500ഓളം കലാകാരന്മാർ അണിനിരന്നുകൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പുള്ള 7 ഗജവീരന്മാർ പങ്കെടുത്തുകൊണ്ട് പകൽപ്പൂരത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു കേട്ടോ 7 ആനകൾ. നല്ല വലിപ്പമുള്ള 7 ആനകളായിരുന്നു കേട്ടോ ഈ പകൽപ്പൂരത്തിന് ഉണ്ടായിരുന്നത്. അവന്മാരെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ എന്താ ഈ കുട്ടികളുടെ ഡാൻസ് ഉണ്ടോ, എന്ത് രസമാണ് ഇവർ ഡാൻസ് കളിക്കുന്നത് കാണാനായിട്ട്. ഏകദേശം 4 മണിക്ക് പുറപ്പെട്ട കലാരൂപമാണ് കേട്ടോ. നമ്മുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും 5:30 ആയിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മളിത് റോഡിൽ പോയി നിന്ന് ഇങ്ങനെ കാണുവാണ്. എന്ത് ഭംഗിയാണെന്നോ ഇതൊക്കെ വരുന്ന കാണാനായിട്ട്. ഇവർക്കൊക്കെ പല കളറാണ്. ഇനി നോക്കി, പച്ച, ചുവപ്പ്, മഞ്ഞ, വയലറ്റ് അങ്ങനത്തെ പല കളറിലെ ഡ്രസ്സൊക്കെ ഇട്ട് കുറേ കലാകാരന്മാർ ഇങ്ങനെ നടന്ന് ഡാൻസൊക്കെ കളിച്ച് വരുന്ന കാണാൻ എന്ത് രസമായിരുന്നെന്നറിയോ. ഇനി പെൺവേഷം കെട്ടിയിട്ട് കുറേ അധികം ആണുങ്ങളുണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട്, അതും നല്ല കളർഫുൾ ആയിട്ടുള്ള പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് കയ്യിലൊരു വടിയൊക്കെ പിടിച്ച് ഡാൻസൊക്കെ കളിക്കുന്ന കാണാൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഇനി ദാ ഈ ഡാൻസേഴ്സിനെ കണ്ടോ, ചുവപ്പും മഞ്ഞയും. ഒന്നാമത് ഈ ചുവപ്പും മഞ്ഞയും എന്ന് പറഞ്ഞാൽ എടുത്തെറിയുന്നൊരു കളറാണ്. അതിൻ്റെ കൂടെ വെള്ള ഷൂവും, പിന്നെയോ തലയിൽ നല്ല വിളക്കും, കത്തി നിൽക്കുന്ന വിളക്കും കാണണം. എന്ത് ഭംഗിയായിരുന്നെന്നറിയോ ഇതൊക്കെ വെച്ച് ഇവർ ഡാൻസ് കളിക്കുന്ന കാണാനായിട്ട്. പിന്നെ ദേ കുറേ ശകുന്തളമാരൊക്കെ ഇങ്ങനെ നടന്നു വരുന്ന കണ്ടോ, എന്ത് രസമാണ് ഇവരെ കാണാനെന്ന് നോക്കൂ. വൈറ്റിൽ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ റെഡ് കളറിൽ ഇതാ ഇത് കണ്ടോ, ഒരുപാട് തെയ്യക്കോലങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ട് ചെണ്ടമേളമൊക്കെ കേട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ അങ്ങ് നേരെ അമ്പലത്തിലേക്ക് കൂടെ പോയേച്ച് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് നടക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക വൈബാണ്. ആ ചെണ്ടമേളവും ഡാൻസും ഒക്കെ ആയിട്ട് നമുക്കൊരു പൊളി വൈബായിരിക്കുന്നേ. ഇവരിങ്ങനെ കവലകളിലൊക്കെ നിന്നിട്ട് നന്നായിട്ട് തുള്ളും കേട്ടോ. അതുപോലെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തുള്ളലായിരിക്കും. ഡാൻസും ഈ ചെണ്ടമേളത്തിനോടൊപ്പം നല്ല തുള്ളലായിരിക്കും ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകണമല്ലോ. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ ഞാനും കുറച്ച് ചേച്ചിമാരും പിന്നെ അമ്മയും മോളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയേ. ഇനി ഇതിൻ്റെ കൂടെ വന്നൊരു ടാബ്ലോ ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയായിരുന്നു. വണ്ടിയിൽ വന്നൊരു ടാബ്ലോ ആണ്. ഇത് നല്ല രസമായിരുന്നു കാണാനായിട്ട് കേട്ടോ. പിന്നെ സാധാരണ പോലെ തന്നെ നിറച്ച് പൂക്കൾ ഇതുപോലത്തെ അലങ്കാരങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് കുറേ കലാകാരന്മാരും ഉണ്ടായിരുന്നു. ഇതിനൊക്കെ നല്ല വെയിറ്റാണ് കേട്ടോ. ഇത് കുറേ ദൂരം നടന്നാണ് ഇവരിങ്ങനെ വരുന്നത്. ഇതിങ്ങനെ തുള്ളുന്ന സമയത്ത് ഇവർ ഇതുമായിട്ടൊക്കെ കിടന്ന് ഡാൻസ് കളിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ദേ ഇത് കണ്ടോ, കുറേ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.